നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിലേക്ക് ചാടി ജീവനൊടുക്കിയിട്ടുള്ള സംഭവത്തിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മരണപ്പെട്ട ഷൈനിയുമായി കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റ് നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണവും അതിൽ നിന്നുള്ള നിർണായക വിവരങ്ങളും തന്നെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. കരിങ്കുന്നത്തെ കുടുംബശ്രീ യൂണിറ്റിൽ നിന്നെടുത്തിട്ടുള്ള വായ്പ തിരിച്ചടയ്ക്കാൻ വഴിയില്ല എന്നും ഭർത്താവ് പണം തരാത്തതിനാലാണ് താൻ തിരിച്ചടവ് മുടക്കിയത് എന്നും ഒക്കെയാണ് ഷൈനി ഈ വോയിസിൽ പറയുന്നത്. സ്വന്തം ആവശ്യത്തിനെടുത്ത വായ്പയല്ല ഇതെന്നും വിവാഹമോചന കേസിൽ തീരുമാനമായ ശേഷമേ നോബി പണം തരൂ എന്നാണ് പറയുന്നതെന്നും ഷൈനി ഈ വോയിസിൽ പറയുന്നുണ്ട്. ഈ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് കുടുംബശ്രീ അംഗങ്ങൾ കരിങ്കുന്നം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് താനെന്നും തന്റെ ആവശ്യത്തിന് എടുത്തതാണെങ്കിൽ ആങ്ങളമാർ അടച്ചു തീർക്കുമായിരുന്നു എന്നും ഒക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഷൈനി വിശദീകരിച്ചിരുന്നത്. തന്റെ പേരിൽ എടുത്ത ഇൻഷുറൻസിന്റെ പ്രീമിയം പോലും നോബി അടയ്ക്കുന്നില്ല എന്ന് ഷൈനി ഈ ഫോൺ സംഭാഷണത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. വായ്പയെക്കുറിച്ച് അറിയില്ലെന്ന് നോബിയുടെ അമ്മ പറഞ്ഞതാണ് കുടുംബശ്രീ പ്രസിഡന്റ് മറുപടിയായി നൽകുന്നത്. ഈ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് കുടുംബശ്രീ അംഗങ്ങൾ കരിങ്കുന്നം പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മധ്യസ്ഥത വഹിച്ച് വായ്പാ തുക തിരിച്ചടപ്പിക്കുകയാണ് ഉണ്ടായത്. ഷൈനി ഇനി 1,26,000 രൂപ തിരിച്ചടയ്ക്കാനുണ്ടെന്നാണ് കുടുംബശ്രീ അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ അമ്മയും മക്കളും ജീവനൊടുക്കിയത് വലിയ വിവാദത്തിലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് കൂടെ പുറത്തു വരുന്നത്. ഷൈനിയുടെ മരണത്തിന് മറ്റു പല കാരണങ്ങളുമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റുമാനൂരിലാണ് അമ്മയും മക്കളും ട്രെയിനിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്. ഈ ഒരു സംഭവത്തിൽ ഷൈനിയുടെ അച്ഛനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി ഇവർ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ഉടമയടക്കം രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. വീടിനടുത്തുള്ള കെയർ ഹോമിൽ 4 മാസം ജോലി ചെയ്ത ഷൈനി ജോലി നിർത്താൻ കാരണം അച്ഛൻ കുര്യാക്കോസ് ആണ് എന്ന് കെയർ ഹോം ഉടമ ഫ്രാൻസിസ് ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഷൈനിയുടെ അവസ്ഥ കണ്ടാണ് താൻ ജോലി കൊടുത്തതെന്ന് ഫ്രാൻസിസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജോലിക്ക് വന്നപ്പോൾ സങ്കടത്തിലായിരുന്ന ഷൈനി ജോലി ചെയ്ത് തുടങ്ങിയപ്പോൾ മാറ്റം വന്നു തുടങ്ങിയിരുന്നു. എന്നാൽ ഷൈനിയുടെ അച്ഛൻ സ്ഥാപനം അടപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആരോഗ്യവകുപ്പിൽ സ്ഥാപനത്തിനെതിരെ പരാതി കൊടുത്തു. കെയർ ഹോമിലെ ബയോഗ്യാസ് പ്ലാന്റിനെതിരെ കുര്യാക്കോസ് നാട്ടുകാരെ കൂട്ടി പ്രതിഷേധിച്ചു. ഡൽഹിയിൽ പോയിട്ടാണെങ്കിലും സ്ഥാപനം പൂട്ടിക്കുമെന്നായിരുന്നു കുര്യാക്കോസ് പറഞ്ഞിരുന്നത്. മകൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെ അച്ഛൻ തുടർച്ചയായി പരാതി നൽകിയതോടെയാണ് ഷൈനി രാജിവെച്ചതെന്നും ഇവർ പറയുന്നു. വിദേശത്ത് പോകണമെന്നും അതിനായി IELTS പഠിക്കണമെന്നും പറഞ്ഞ ഷൈനി രണ്ടും കൂടെ നടക്കില്ല എന്ന കാരണം പറഞ്ഞാണ് ജോലി രാജിവെച്ചതെന്നും ഫ്രാൻസിസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇതിനിടെ ഷൈനിയുടെ ഭർത്താവിനെതിരെ ആരോപണവുമായി അച്ഛൻ കുര്യാക്കോസും അമ്മ മോളിയും രംഗത്തു വന്നു. മകൾ ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിച്ചത് ക്രൂര പീഡനമാണെന്നും വിവാഹമോചന നോട്ടീസ് പോലും കൈപ്പറ്റാൻ തയ്യാറായിട്ടില്ല എന്നും കുറെ നാളുകളായി ജോലി കിട്ടാത്തതിലുള്ള സങ്കടം മകൾക്കുണ്ടായിരുന്നുവെന്നും മരിച്ചതിന് തലേന്ന് നോബി ഫോൺ വിളിച്ചു പറഞ്ഞു എന്നും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇരിക്കാതെ പോയി മരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു എന്നുമാണ് ഈ കുടുംബം പറയുന്നത്. 9 മാസം മുൻപ് ഷൈനിയെ നോബിയുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് എന്നാണ് വിവരം. ഭർത്താവിന്റെ വീട്ടിൽ ഷൈനിക്ക് വേലക്കാരിയുടെ സ്ഥാനമായിരുന്നു. ആ വീട്ടിൽ ബാക്കി എല്ലാവരും ഒന്നായിരുന്നു. മറ്റാരെങ്കിലും ഉപദ്രവിച്ചോ എന്നറിയില്ല. 12 ആശുപത്രികളിൽ ജോലി അന്വേഷിച്ചു പോയിട്ടുണ്ട്. എവിടെയും ജോലി കിട്ടിയിരുന്നില്ല. ആശുപത്രികളെ കുറ്റം പറയുന്നില്ല. ജോലി കിട്ടാത്തത് കുട്ടികളുടെ കാര്യങ്ങൾ, വിവാഹമോചനമെല്ലാം ഷൈനിയെ അലട്ടിയത് കൊണ്ടായിരുന്നുവെന്നും മാതാപിതാക്കൾ പ്രതികരിച്ചു. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഷൈനിയുടെ അവസ്ഥ കണ്ടാണ് ജോലി കൊടുത്തതെന്നാണ് ഫ്രാൻസിസ് പറഞ്ഞിരിക്കുന്നത്. ജോലിക്ക് വന്നപ്പോൾ സങ്കടത്തിലായിരുന്ന ഷൈനിക്ക് ജോലി ചെയ്ത് തുടങ്ങിയപ്പോൾ മാറ്റം വന്നുവെന്നും എന്നാൽ ഷൈനിയുടെ അച്ഛൻ സ്ഥാപനം പൂട്ടിക്കാൻ ശ്രമിച്ചു എന്നുമൊക്കെ കടയുടമയും പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഷൈനിയുടെ വോയിസ് ക്ലിപ്പ് കൂടെ പുറത്തുവരുന്നത്. ഈ വോയിസ് ക്ലിപ്പ് ഷൈനിയുടെ മരണത്തിന് കാരണമായിട്ടുള്ള ആളുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഷൈനിയുടെ മരണം എന്ന് പറയുന്നത് ഒരു കുടുംബം ഒന്നടങ്കം ഈ ഒരു കേസിൽ, ഈ ഒരു സംഭവത്തിൽ ഷൈനിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവ് തന്നെയായിട്ടാണ് വരുന്നത്. കേസിന്റെ അന്വേഷണത്തിന് നിർണായകമാകുന്ന ഒരു വോയിസ് ക്ലിപ്പ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തികച്ചും ഒരമ്മയും 2 മക്കളും മരിച്ചു എന്നതിനേക്കാൾ ഉപരി വലിയൊരു അസ്വാഭാവികതയാണ് ഈ ഒരു കേസിലുള്ളത്. എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് പോലീസ് എന്നതാണ് വിവരം. എന്തായാലും വലിയൊരു വിവാദത്തിന് കാരണമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് കൂടെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുകയാണ്. ഇത് വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയും ഏറ്റെടുക്കുന്നത്.